അവന്തിക മോളെ, നിന്റെ ലീലമായി വന്നു. ചേച്ചി, ആരാ ആരാ നിങ്ങളൊക്കെ? നീ ആരാ? ജോലിക്കാരനാണോ? അങ്ങോട്ട് മാറി നിന്നേ. ഇതെന്റെ അവന്തിക മോളാ. ഇവളുടെ ഒരേ ഒരു അമ്മായിയാ ഞാൻ. ഇനി ആരത് ചേച്ചി സച്ചിന് കൊടുക്കണം. എത്രയായി ചേട്ടാ? 100 രൂപ. എന്തൊരു വലിയ വീടാ. ആരെയൊക്കെ പറ്റിച്ചുണ്ടാക്കിയതാണോ ആവോ. നമ്മളിവിടെ തങ്ങാൻ വന്നതാണെന്നറിയുമ്പോ എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. എന്തായാലും ഇറക്കി വിടുന്നില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ബന്ധുക്കളല്ലേ, ആ പരിഗണന കാണാതിരിക്കോ? നിന്റെ അച്ഛനെ ഇല്ലാതാക്കിയവർക്ക് നമ്മളോട് എന്ത് പരിഗണന? നമ്മുടെ ഉദ്ദേശം അറിഞ്ഞാ വേണമെങ്കിൽ നമ്മളെ കൊല്ലാനും അവള് മടിക്കില്ല. അമ്മ ഓവർ ആക്ട് ചെയ്ത് നശിപ്പിക്കാതിരുന്നാ മതി. ഈ ലീലാവതിയുടെ അഭിനയം എന്താണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തോട്ടൊന്ന് കേറിക്കോട്ടെ. വാതിൽ തുറന്നെടുക്ക, അപ്പൊ ആളുണ്ട്. അമ്മ വാ. ആരാ? അവന്തികയുടെ സ്വന്തം അമ്മായി. ഇതവളെ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്ന എന്റെ മോള് കാഞ്ചന. നിങ്ങളവിടെ നിൽക്കേ, ഞാൻ അകത്ത് പോയി ചോദിച്ചിട്ട് വരാം. അതെ, എന്ത് ചോദിക്കാനാ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ അകത്തോട്ടാ പോകുന്നേ. മോള് വാ. അവന്തിക മോളെ, ലീലാമായി. ഈശ്വര, ഇവരിപ്പോ എവിടെ നിന്ന് വന്നു? അവന്തിക മോളെ, നിന്റെ ലീലമായി വന്നു. ചേച്ചി, ആരാ
ആരാ നിങ്ങളൊക്കെ? നീ ആരാ? ജോലിക്കാരനാണോ? അങ്ങോട്ട് മാറി നിന്നേ. ഇതെന്റെ അവന്തിക മോളാ. ഇവളുടെ ഒരേ ഒരു അമ്മായിയാ ഞാൻ. അയ്യോ അയ്യോ, മോളെ കാലിനെന്ത് പറ്റി? ആ ചെറുതായിട്ടൊന്ന് പൊള്ളിയതാ. എന്റെ ഈശ്വരാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമല്ലേ? എന്ത് സുഖം. ഒന്നും പറയണ്ട മോളെ. ജീവിതം ആകെ പോയി നിൽക്കുക. ആരാ ഇത്? വല്യമ്മയുടെ പൊന്നുമോളോ? ആഹാ, അയ്യോ ചിപ്പിമോളല്ലേ ഇത്? എത്ര നാളായി കണ്ടിട്ട്. ദാ വലിയമ്മായി മോൾക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ദാ വാങ്ങിച്ചോ. അങ്ങോട്ടൊന്നും നോക്കണ്ട, മോള് വാങ്ങിച്ചോ. മോള് നല്ല സുന്ദരി കുട്ടിയാണല്ലോ. ഈ വീടമ്മായി എങ്ങനെ കണ്ടുപിടിച്ചു? അതൊക്കെ ഞങ്ങള് കണ്ടുപിടിച്ചു. വാമോളെ, അവന്തിക അസോസിയേറ്റ്സിന്റെ MD-യുടെ വീട് കണ്ടുപിടിക്കാനാണോ പ്രയാസം? അവന്തിക മോളെ, നീ പണ്ട് ഇവളെ എടുത്തോണ്ട് നടന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? നിന്റെ അമ്മാവന്റെ തനി പകർപ്പ ഇവള്. എല്ലാരും പറയുന്നത് ഞാൻ അച്ഛനെ മുറിച്ചു വെച്ച പോലെ ഇരിക്കുകയെന്നാ. ആര് പറഞ്ഞു? കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് മോളെ ആദ്യമായിട്ട് കാണുന്നോണ്ടാ അല്ലേ മോളെ? അതെ. അല്ല, നിങ്ങൾ രണ്ടുപേരും വേറെ എവിടെങ്കിലും പോയിട്ട് വന്നതാണോ? ഇവിടേക്കായിട്ട് വന്നതാണോ? ഒന്നും പറയണ്ട മോളെ, ഞങ്ങൾ ആകെ കഷ്ടത്തിലാ. അമ്മാവും പോയതോടെ എല്ലാം പോയി. കടം കയറി വീട് വരെ വിറ്റു. ഇതുവരെ ഒരു വാടക വീട്ടിലായിരുന്നു. വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഇപ്പൊ അവിടുന്ന് ഇറക്കി വിട്ടു. പ്രായപൂർത്തിയായ ഇവളെയും കൊണ്ട് അമ്മായി എങ്ങോട്ട് പോകും മോളെ? ഓ, ചേച്ചി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരാശ്രയം. ഇവരെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? പണ്ട് നല്ല രീതിയിൽ ജീവിച്ചിരുന്നവരാ, പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ടു. ജീവിക്കാൻ മാർഗമില്ല എന്നൊക്കെ പറഞ്ഞു വന്നത് ഇവരുടെ അടവാണോ? മോളെ, നീ ഇങ്ങനെ നല്ല നിലയില് വലിയ മുതലാളിയായിട്ട് ജീവിക്കുമ്പോ ഞങ്ങൾ അവിടെ പട്ടിണി എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് മോൾക്ക് നാണക്കേടല്ലേ? അവന്തികേച്ചിയെ കുറിച്ച് പറയാൻ നമുക്ക് 100 നാവാ. ഇവൾക്കായിരുന്നു നിന്നെ കാണാൻ വലിയ ആഗ്രഹം. എപ്പോഴും എന്നോട് നിന്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാനതെല്ലാം അവളോട് ഒന്നും വിടാതെ പറഞ്ഞു കൊടുക്കും.